മലയാളത്തിലെ പ്രമുഖ നടിക്കെതിരെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശമുണ്ടാകുന്നത്. സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാന നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ വലിയ തുക പ്രതിഫലം ചോദിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. നടിയുടെ നിലപാട് ഏറെ വേദനിപ്പിച്ചുവെന്ന് മന്ത്രി ഇന്നലെ വെഞ്ഞാറമൂട് നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. ജനുവരി മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. ഒരു അവതരണഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുമെന്നുള്ള കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് തരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. അനന്തൻ, മന്ത്രി പറഞ്ഞത് ശരിയാണ്. 5 ലക്ഷം രൂപ ചോദിച്ചു. നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിയല്ലേ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പണമില്ലാതെയോ അല്ലെങ്കിൽ കുറഞ്ഞ പണത്തിലൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു ആർട്ടിസ്റ്റാണ്, അവർക്ക് അവരുടേതായ സമയം, അതിനൊക്കെ അതിൻ്റെതായ മൂല്യമുണ്ട്, അതും പരിഗണിക്കണം. അപ്പോൾ നമുക്കിത് അവനവൻ തന്നെ പറയുന്നതാണ് അവനവന്റെ കലയുടെ മൂല്യം. അപ്പോൾ അത് നമുക്ക് ഒരു ഭാഗത്ത് വെക്കാൻ കഴിയില്ല. എങ്കിലും മന്ത്രി അങ്ങനെ ഒരു പരാതി പറയാൻ ഒരു ഇടയായത് എന്താണ്? ദിവിഷ്, മാധു, ഇന്നലെ വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിൻ്റെ സമാപന ചടങ്ങായിരുന്നു. ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. ആ വേദിയിൽ നിന്നുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, ചലച്ചിത്ര താരവും വെഞ്ഞാറമൂടിൻ്റെ സ്വന്തവുമായ സുരാജ് വെഞ്ഞാറമൂടും ആ ചടങ്ങിലുണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിനെ ഇരുത്തിക്കൊണ്ടാണ് ചലച്ചിത്ര താരത്തിനെതിരെ മന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, ആ പ്രസംഗം തുടർന്നുകൊണ്ട് വരുന്നതിനിടയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിഷയത്തിലേക്ക് മന്ത്രി കടക്കുന്നു. തൊട്ടു പിന്നിലിരിക്കുന്ന സുരാജും ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ആ ചടങ്ങിൽ പറഞ്ഞത്. അത് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്, ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം അത് തിരുവനന്തപുരത്താണ് നടക്കുന്നത്. സാധാരണഗതിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് കാണുന്നത് ഈ സ്വാഗത ഗാനവും അതിൻ്റെ നൃത്താവിഷ്കാരവുമാണ്. അത് കലോത്സവത്തിൻ്റെ എപ്പോഴും ഒരു അഭിമാനമായി നടത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതെപ്പോഴും ചെയ്യുന്നത് ഈ അധ്യാപക സംഘടനകളും അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റ് ചില നൃത്താധ്യാപകരും ഒക്കെ ചേർന്നിട്ടാണ്. ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അവതരണ ഗാനവും അതിൻ്റെ നൃത്താവിഷ്കാരവും ഈ കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നടിയെ കൊണ്ട് തന്നെ ആ കുട്ടികളെ പരിശീലിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടകർ ഈ നടിയെ സമീപിക്കുന്നതും അവരത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആണ് നടിയുടെ ഭാഗത്ത് നിന്ന് ഈ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ 5 ലക്ഷം രൂപ പ്രതിഫലം വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതാണ് മന്ത്രി വി ശിവൻകുട്ടിയെ വേദനിപ്പിച്ചു കളഞ്ഞത്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വളർന്നു വരുന്ന പ്രതിഭകൾക്കുള്ള വേദി കൂടിയാണ്. അങ്ങനെ വളർന്നു വന്ന വലിയ നടിയായി മാറിയ വ്യക്തി ഈ തന്റെ പിന്മുറക്കാരോട് അവർക്ക് പരിശീലനം നൽകുമ്പോൾ വലിയ വേതനം ചോദിച്ചു എന്നുള്ളതാണ് മന്ത്രി. പക്ഷേ നമുക്ക് ഇതിന്റെ കുഴപ്പം, മന്ത്രി ഇങ്ങനെ പേര് പറയാതെ പറയുമ്പോൾ പലരെയും ആളുകൾ സ്വാഭാവികമായിട്ട് സംശയിക്കും. യുവജനോത്സവങ്ങളിലൂടെ സ്കൂൾ കലോത്സവങ്ങളിലൂടെ നടിമാരായ ആളുകളെയൊക്കെ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ തെറ്റായ ഒരു ധാരണ കൂടി ഉണ്ടോ? എനിക്കോ ഇതിലും നല്ലത് മന്ത്രി പേര് പറയുന്നതായിരുന്നു. പക്ഷേ ശരി, അദ്ദേഹത്തിന്റെ മാന്യത വെച്ച് അദ്ദേഹം പറഞ്ഞില്ല. എങ്കിലും ഇപ്പോൾ ഈ 5 ലക്ഷം എന്നതാണല്ലോ പ്രശ്നം. ഒരു സ്വാഗതഗാനം അത് ചിട്ടപ്പെടുത്തി കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണമെങ്കിൽ 1-2 ദിവസം കൊണ്ട് സാധ്യമായ കാര്യമല്ല, കുറച്ച് ദിവസങ്ങൾ. ഇത് ആദ്യഘട്ടത്തിലെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നിലപാട് മാറ്റിയെന്നാണോ, അല്ലേ? അങ്ങനെ ഒരു വാക്കുമാറ്റമാണോ പ്രശ്നം, അതോ ഈ തുക ആദ്യം തന്നെ പറഞ്ഞതാണോ? ദിവിഷ, ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൂടെ പല മുഖങ്ങളും ആരാണ് ആ നടി എന്നുള്ള ഇത് പല മുഖങ്ങളും പോകുന്നുണ്ടാകാം. പക്ഷെ ഇപ്പോഴും നമുക്കറിയില്ല ആ നടി ആരാണ് എന്നുള്ളത്. മന്ത്രി വി ശിവൻകുട്ടിയും അത് ആരാണ് എന്ന് ഞങ്ങളും ഇങ്ങനെ ആലോചിച്ചു. ഇത് പല പേരുകളും നമ്മുടെ മനസ്സിൽ വരില്ല, ആരായിരിക്കും. പക്ഷെ അവരാകില്ല എന്ന് നമ്മൾ സ്വയം ആശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കുഴപ്പമാണ്, എല്ലാവരെയും സംശയത്തിന്റെ നേരിലാക്കിയ മന്ത്രി. അതെ, അത് മന്ത്രി വി ശിവൻകുട്ടി ആ വേദിയിലും പറഞ്ഞില്ല. നമ്മളിപ്പോൾ ബന്ധപ്പെടുമ്പോഴും മന്ത്രി പറയുന്നത് ആ പേര് അങ്ങനെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അത് പറയാൻ അദ്ദേഹവും ഒരുക്കമല്ല. ഇനിയിപ്പോൾ ഈ നടി തന്നെ അതിൻ്റെ ഒരു വിശദീകരണവുമായി രംഗത്ത് വരികയാണെങ്കിൽ അതാരാണെന്നൊക്കെ ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ
അനന്തൻ, ഇപ്പൊ ഇത് വാർത്ത അനുസരിച്ച് ഇപ്പൊ ആരാണ് ഇനി ഈ സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അവരായിരുന്നോ ഈ പ്രതിഫലം ചോദിച്ചെന്നൊരു പ്രശ്നം വരും. എന്തായാലും അവർ മാറിയിട്ടുണ്ടോ, മറ്റൊരാൾ ഈ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും മന്ത്രി പരാമർശിക്കുണ്ടായോ? അല്ല, മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, മന്ത്രി പിണങ്ങി കഴിഞ്ഞു. ആ നടിയെ കൊണ്ട് ഇനി ചെയ്യിക്കുന്നില്ല. മാത്രമല്ല, ഒരു ചലച്ചിത്ര താരത്തിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല. ഇനി സാധാരണ പോലെ തന്നെ നാട്ടിൽ ഇഷ്ടം പോലെ നൃത്താധ്യാപകരുണ്ട്, വലിയ വേതനമൊന്നും വാങ്ങിക്കാതെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അതിന് വേതനം വാങ്ങിക്കുകയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ അങ്ങനെയല്ല സംസ്ഥാന സർക്കാരും നമ്മളുമൊക്കെ ഇതുവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ സാധാരണ ഒരുപാട് വിട്ടുവീഴ്ചകളുമൊക്കെ പല ആൾക്കാരെയും വിളിക്കുമ്പോൾ, ഗസ്റ്റുകളെയൊക്കെ വിളിക്കുമ്പോൾ ഈ വേതനത്തിലും വിട്ടുവീഴ്ചകളൊക്കെ വരുത്താറുണ്ട്. മമ്മൂട്ടിയെ പോലെയൊക്കെയുള്ള മഹാനടന്മാർ ഒരു വേതനവും വാങ്ങിക്കാതെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ളത്. അത് പ്രതിഭകളുടെ ഒരു കടന്നുവരവിനുള്ള വേദി കൂടിയാണ്. അവിടെ നിന്നാണ് പല സിനിമാ താരങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. പുരുഷ നടന്മാരായാലും വളർന്നു വന്ന ഒരു നടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ പേഴ്സണലായ